കരൂർ ദുരന്തം കഴിഞ്ഞ് 2 പകൽ പിന്നിടുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കത്തിപ്പിടിക്കുകയാണ്. പിഞ്ചുകുട്ടികളടക്കം 41 മനുഷ്യജീവനുകൾ പൊലിഞ്ഞ തീരാ ദുഃഖത്തിനിടയിലും അരസിയൽ വിവാദം കൊടുമുടി കയറുന്നു. DMK നേതാവ് സെന്തിൽ ബാലാജിയുടെ ഗുണ്ടകൾ ജനക്കൂട്ടത്തിനിടെ കടന്നുകയറി നിർമ്മിച്ചെടുത്താണ് ദുരന്തം എന്ന് TVK ആരോപിക്കുന്നു. രക്തം പുരണ്ട കൈയുമായി വിജയ് നിൽക്കുന്ന പോസ്റ്റർ കരൂർ മുതൽ ചെന്നൈ വരെ പതിച്ചിരിക്കുന്നു തമിഴ്നാട് മാനവർ സംഘം. ഇത് DMKയുടെ ഫ്രിഞ്ച് ഗ്രൂപ്പ് തന്നെ എന്ന് ആരോപിക്കുന്നു TVK. വിജയിന്റെ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ചിലപ്പോൾ അറസ്റ്റിലായേക്കാം. വിജയ് തന്നെയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്യാം. സർക്കാർ മടിക്കുമ്പോഴും അറസ്റ്റ് ആവശ്യപ്പെടുകയാണ് DMK. കരുതലോടെ നീങ്ങുന്നു AIADMKയും BJPയും. രാജ്യം വിറങ്ങലിച്ചു പോയ ദുരന്തത്തിന് മണിക്കൂറുകൾക്കിപ്പുറം തമിഴകത്ത് സംഭവിക്കുന്നത് എന്തെല്ലാമാണ്? ആദ്യം റാപ്പ് കാണാം. സംഘടനാ പിഴവ്, പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കൽ, സമയക്രമം പാലിക്കാതെ വഴിനീളെ ആളെ കാത്തുനിർത്തിയത്, വഴിയിലിറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയത്, ഇതെല്ലാം കൊണ്ട് TVK വരുത്തിവെച്ച ദുരന്തമാണ് കരൂരിലേതെന്ന് ആരോപിക്കുന്നതാണ് പോലീസിന്റെ FIR. ഉച്ചകഴിഞ്ഞ് തുടങ്ങുമെന്നറിയിച്ച പരിപാടിക്കായി രാവിലെ മുതൽ ആബാലവൃദ്ധം ജനമെത്തി കാത്തുനിന്നു. പരിപാടി തുടങ്ങിയത് രാത്രിയിൽ. വന്നുകൂടിയവർക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുത്തില്ല. മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കിയില്ല. ഏറെ നേരം പ്രചാരണ വാഹനത്തിനുള്ളിൽ ഇരുന്ന ശേഷമാണ് വിജയ് റാലിക്കെത്തിയവരെ അഭിവാദ്യം ചെയ്യാനെത്തിയത്. താരത്തെ അടുത്തു കാണാൻ വേണ്ടി ജനക്കൂട്ടം മുന്നോട്ട് കുതിച്ചു. സമീപത്തെ ഷെഡുകൾ തകർന്നു വീണ് ഏറെ പേർ അതിനടിയിലും പെട്ടു. ഇவ்விധം കുറ്റം പൂർണ്ണമായും വിജയുടെ പാർട്ടിയുടെ മേലെ ചുമത്തുകയാണ് പോലീസ്. ദുരന്തത്തിൽ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ദുരന്തത്തിന് ശേഷമുള്ള സെന്തിൽ ബാലാജിയുടെ പ്രവൃത്തികളെല്ലാം അപകടം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് സംശയിക്കുന്ന തരത്തിലുള്ളതാണെന്നും TVK ആരോപിക്കുന്നു. DMK, കോൺഗ്രസ്, VCK, CPIM കക്ഷികളെല്ലാം വിജയ്ക്കെതിരെ കടുത്ത പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കരുതലോടെയാണ് AIADMK, BJP കക്ഷികളുടെ പ്രതികരണങ്ങൾ. റാപ്പ് ന്യൂസ് മലയാളം. പോലീസിന്റെ ആരോപണം ഇതാണ്. കരൂരിൽ ശക്തി തെളിയിക്കാൻ TVK നേതൃത്വം നിർദ്ദേശം ലംഘിച്ച് റോഡ് ഷോ നടത്തി എന്നതാണ് FIRലുള്ള പ്രധാനപ്പെട്ട ആരോപണം. വിജയ് റാലിക്കെത്താൻ മനഃപൂർവ്വം 4 മണിക്കൂറിലേറെ വൈകി. മനഃപൂർവ്വം ഇത് തിരക്ക് വർദ്ധിപ്പിച്ചു എന്നാണ്. സ്വീകരണത്തിനായി വഴിയിൽ വാഹനം നിർത്തരുത് എന്ന നിർദ്ദേശം വിജയ് പാലിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. പോലീസ് പല ഘട്ടങ്ങളായി നൽകിയ മുന്നറിയിപ്പുകൾ TVK നേതൃത്വം കണക്കാക്കിയില്ല എന്നും അവർ പറയുന്നു. TVK ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ ആലോചനയുണ്ട്. ഈ ഘട്ടത്തിൽ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി CT നിർമ്മൽകുമാർ എന്നിവർ അറസ്റ്റിലായേക്കുമെന്നാണ് അറിയുന്നത്. ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കം വകുപ്പുകൾ ചുമത്തിയിരുന്നു. ഇപ്പോൾ തന്നെയും വിജയിനെ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ഇനിയും രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ദുരന്തത്തിന് പിന്നിൽ DMK ഗൂഢാലോചന എന്നാരോപിച്ചാണ് TVK രംഗത്ത് വന്നത്. നമ്മളത് അറിഞ്ഞു. റാലി അലങ്കോലമാക്കിയത് മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അവർ പറയുന്നു. സെന്തിൽ ബാലാജിയുടെ ഗുണ്ടകൾ റാലിക്കിടെ നുഴഞ്ഞു കയറി എന്നും TVKയുടെ ആരോപണമുണ്ട്. വൈദ്യുതി മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ TVK നേതൃത്വം പറയുന്നു. അപകടത്തിന് തൊട്ടുപിന്നാലെ സെന്തിൽ ബാലാജി ആശുപത്രിയിലെത്തിയത് ദുരൂഹമാണ് എന്നും ആ രേഖയിലുണ്ട്. കരൂർ ദുരന്തത്തിന് കാരണം DMK, പോലീസ്, ഗുണ്ട കൂട്ടുകെട്ടെന്നുമാണ് വിജയുടെ പാർട്ടിയുടെ ആരോപണം. കരൂർ ദുരന്തത്തിൽ ഉത്തരവാദി വിജയ് ആണ് എന്നാരോപിച്ച് കരൂരിലും ചെന്നൈയിലും ഇതിനകം തന്നെ പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. പോസ്റ്ററുകളിൽ ചേർത്തിരിക്കുന്നത് ചോര പുരണ്ട കൈയുമായി വിജയ് നിൽക്കുന്ന ചിത്രമാണ്. നിരപരാധികളെ ബലികൊടുത്ത് ഓടി രക്ഷപ്പെട്ട കൊലക്കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് ആ പോസ്റ്ററിലുള്ള എഴുത്ത്. തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കരൂരിലെ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ ഇത് വിജയ് അനുമതി തേടിയിട്ടുണ്ട്. ഹൈക്കോടതിയെ തന്നെ അദ്ദേഹം സമീപിച്ചിരിക്കുകയാണ്. കരൂരിലേക്ക് വന്നാൽ പോലീസും ജില്ലാ ഭരണകൂടവും തടയരുത് എന്നാണ് അവരുടെ ആവശ്യം. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങേയറ്റം ഞെട്ടലുണ്ടായതാണ് ഹർഷ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കരൂർ ദുരന്തത്തിൽ വ്യാജ പ്രചാരണം പാടില്ല എന്ന വീഡിയോ സന്ദേശവുമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് രാവിലെയാണ് വന്നത്. എല്ലാവരും ഉത്തരവാദിത്തോടെ പെരുമാറണം എന്ന് അദ്ദേഹം പറഞ്ഞു. കിംവദന്തികൾ പരത്തരുത്, അണികൾ മരിക്കണമെന്ന് ഒരു നേതാവും ആഗ്രഹിക്കില്ല എന്നും സ്റ്റാലിൻ ഇതിൽ പറഞ്ഞു. இதற்கிடையே சோஷியல் மீடியாவில் சிலர் பரப்புற வதந்திகளையும் பொய் செய்திகளையும் பார்த்துட்டு தான் இருக்கேன். பொது அமைப்புகள் இது போன்ற நிகழ்ச்சிகள் நடத்தும்போது இனி வரும் காலங்களில் எத்தகைய பொறுப்போடு நடந்துக்கணும் என்ற விதிமுறைகளை வகுக்க வேண்டியது நம்ம எல்லோருடைய கடமை. അതാണ് ഹർഷ. അതിനകത്ത് ഒന്ന് നമ്മൾ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുഃഖം നിറഞ്ഞ കാര്യമായിപ്പോയി. ഒന്ന്, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം കൊല്ലപ്പെടുന്ന അതിസാധാരണക്കാരായ മനുഷ്യരാണ്. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികൾ വലിയ ധനസഹായമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾ, കല്യാണം കഴിക്കാനിരുന്ന 2 ചെറുപ്പക്കാർ മരിച്ചതിൻ്റെ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിലാണ്, അതും എമർജ് ചെയ്ത് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിലാണ്. സിനിമാ താരം അതിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായിട്ടും മറ്റും ഒരുപാട് കാലങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടും. ഏത് നിലക്ക് കാണണം? ഇതിനകത്ത് വിജയ് എന്നയാളെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സമ്പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുക എന്നതാണോ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്?
എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വിജയുടെ ഇതിനു മുമ്പ് നടന്ന പല പ്രസംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. അതിലെല്ലാം ഈ ഒരു ആശങ്ക വിജയ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വലിയ ആൾക്കൂട്ടം വരുമ്പോൾ അവർ മരത്തിന് മുകളിൽ കയറുമ്പോൾ, വൈദ്യുതി ലൈനുകളിലൊക്കെ കയറുമ്പോൾ, അത് മാത്രമല്ല ചെറിയ സ്ഥലങ്ങളിൽ, ഇടുങ്ങിയ ഇടങ്ങളിൽ പോലീസ് അനുമതി കൊടുത്തിട്ട് അവിടേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ ഒക്കെയുള്ള ആശങ്ക വിജയ് പല തവണയായി പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു സ്റ്റാലിനെ പോലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഒരു വലിയ പക്വതയൊന്നും വിജയ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചില്ല. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ചെന്നൈക്ക് പോയി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ടെങ്കിലും ഈ ആശങ്കയൊക്കെ നേരത്തെ തന്നെ വിജയ്ക്കും ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു. ഇതാണ് വാസ്തവം. ഈ വിജയ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ ചെറിയ സ്ഥലങ്ങളിലാണ് എൻ്റെ അനുമതി തരുന്നത് എന്നൊക്കെയുള്ളത്. വലിയ ആൾക്കൂട്ടം വരുന്നു, പക്ഷേ അതിനുള്ള ഒത്ത സ്ഥലങ്ങളിലല്ല അനുമതി തരുന്നതെന്ന്. മറുപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇത്തരം ചെറിയ സ്ഥലങ്ങളിലാണ് വെക്കുന്നത്, അധികം ആൾക്കാരൊന്നും വരുന്നില്ല, പക്ഷേ ആൾക്കൂട്ടത്തെ ഗംഭീരമായി കാണിക്കാൻ വേണ്ടി ഇടുങ്ങിയ ഇടങ്ങളിൽ തന്നെയാണ് അനുമതി ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ അനുമതി ചോദിച്ച ഈ സ്ഥലത്തിൻ്റെ, ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും കരൂരിൽ അനുമതി ചോദിച്ചിട്ടുണ്ടാവുക, ആ സ്ഥലത്തിൻ്റെ അനുമതി ചോദിച്ചുകൊണ്ടുള്ള കത്ത് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, അവിടെ ഈ സംഘടനയ്ക്ക് ഒരു സംഘടന എന്ന നിലയിൽ അതൊരു വലിയ പക്വതയാർജിച്ച ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് സംഭവിച്ച ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത്, ഈ TVKക്ക് സംഭവിച്ച ഒരു വീഴ്ച, അവർക്ക് അനുമതി കിട്ടിയിരിക്കുന്നത് 3 മണിക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് 3 മണിക്ക് ശേഷം വൈകിട്ട് 7 മണിക്കിടയിലുള്ള ഒരു സമയത്ത് അവിടെ ഈ പരിപാടി നടക്കണമെന്നുള്ളതാണ്. പക്ഷേ പ്രാദേശിക നേതൃത്വം ആവർത്തിച്ച് അവിടെയുള്ള ആളുകളെ അറിയിച്ചു കൊണ്ടിരുന്നത് 12 മണിക്ക് വിജയ് എത്തുമെന്നാണ്. അപ്പോൾ ആളുകൾ 12 മണിക്ക് തന്നെ അവിടെ തടിച്ചുകൂടി, ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ അവിടെ തടിച്ചു കൂടുന്നു. പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവിടെ കുടിവെള്ളത്തിന് സൗകര്യമില്ല, ആളുകൾ വലിയ തിങ്ങി നിറഞ്ഞു. 1,00,000 പേരോളം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1,00,000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എണ്ണമാണ്. അതായത് അവിടെ ഇരിക്കാനുള്ള സൗകര്യം 10,000 പേർക്കുണ്ടായിരുന്നു, അവിടെ തന്നെ 27,000 പേർക്ക് മുകളിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. നമുക്ക് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പറയുമ്പോൾ, കൊച്ചിയിൽ നിന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കുസാറ്റിലുണ്ടായ ദുരന്തം. ഒരു കുസാറ്റിലുണ്ടായ ദുരന്തം എന്ന് വെച്ചാൽ എത്ര ആളുകളുണ്ട്, വളരെ പരിമിതമായ എണ്ണം കുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു തിക്കും തിരക്കും ഉണ്ടാകും. ഒരു മഴ പെയ്തു ഉണ്ടായ ഒരു തിക്കും തിരക്കിലുമാണ് അവിടെ അത്രയും പേര് മരിച്ചു പോയത്, അല്ലേ? അപ്പോൾ സ്വാഭാവികം ഒരു സ്റ്റാമ്പേഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇരുട്ട് കൂടി ഉണ്ടായാൽ സംഭവിക്കും. ഇവർ TVK വിചാരിക്കുന്നതാണ്, ഇലക്ട്രിക് പോസ്റ്റിൽ ഈ കുട്ടികളൊക്കെ കയറുന്നു, അപ്പോൾ എന്ത് ചെയ്യണം? എന്നാൽ പിന്നെ ആ സമയത്ത് വിജയ് വരുമ്പോൾ കറണ്ടൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞാലോ? ഇത് അവരുടെ ആലോചനയാണ്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ വിളിച്ച് പറഞ്ഞിട്ട് ആ രീതിയിലൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് കട്ട് ചെയ്താൽ സ്റ്റാമ്പ് അത് ഈ പറഞ്ഞ പോലെ ഇതിനുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഒരു വിടവ് കണ്ടെത്താനാവാതെ ആളുകൾ കുടുങ്ങിപ്പോകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അവിടെ ചെരുപ്പേറുണ്ടായിട്ടുണ്ടെന്നുള്ളത് CCTV ദൃശ്യങ്ങൾ വെച്ചിട്ട് തന്നെ അവർ വാദിക്കുന്നുണ്ട്. രണ്ടാമത് ഈ കുടിവെള്ളം, വിജയ് കുടിവെള്ളം ഇട്ട് കൊടുത്തത് ഈ ആളുകൾ ആകെപ്പാടെ വെപ്രാളപ്പെടുന്നത് കണ്ടിട്ട് തന്നെയായിരിക്കും. ഇതൊക്കെ പെട്ടെന്നങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാവുന്ന സാഹചര്യം അവിടുത്തെ സിസ്റ്റവും ഈ പാർട്ടിയും ചേർന്ന് തന്നെ ആ രീതിയിൽ, ആ ഒരു ആലോചനയിൽ അവർ കൃത്യമായി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ. ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലൊരു രീതി അറിയാമല്ലോ, സിസ്റ്റം ആ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം എല്ലാം അവസാനിച്ച് അടുത്ത പകലിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത പകലിലേക്ക് കടക്കുമ്പോൾ നേതാക്കന്മാർ വളരെ പക്വതയോടെയാണ് പെരുമാറുന്നത്. അതിനൊരു 2 കാരണങ്ങളാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പരാമർശങ്ങൾ കേട്ടല്ലോ. ഒരു നേതാവ്, അതായത് എല്ലാവരും പറഞ്ഞത് ഇത് ആരോപണം ഉന്നയിക്കുന്ന ഒരു TVK മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കുഴപ്പമാണ്, രക്തസാക്ഷികളെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ വന്നപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്, ഒരു രാഷ്ട്രീയ നേതാവും സ്വന്തം അണികൾ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, അങ്ങനെ പറയരുത് എന്ന് തന്നെ പറഞ്ഞു. ഇവർ മാത്രമല്ല, ADMKയും കടത്തി പറഞ്ഞിട്ടില്ല. ഒരു പരിധിവരെ വിജയെ സംരക്ഷിക്കുന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. കമലഹാസൻ്റെ പ്രതികരണം വന്നു, ആ സ്വഭാവത്തിൽ തന്നെയാണ് പ്രതികരണം വരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് രാഷ്ട്രീയ പാഠമാണ്. വേറൊന്നുമല്ല, വിജയുടെ പിന്നിൽ ആളുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു ആൾക്കൂട്ടം വിജയ്ക്കൊപ്പമുണ്ട്. ആ ആൾക്കൂട്ടത്തെ കൂടിയാണ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ പ്രതികരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ നോക്കിയറിയാം, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിലെല്ലാം പോയി നോക്കിയാൽ ADMKയുടെ ആയാലും ഇപ്പോൾ DMKയുടെ ആയാലും നേതാക്കന്മാർ, BJPയുടെ ഒക്കെ നേതാക്കന്മാരുടെ താഴെ വിജയ് ഇവർക്കെതിരെ നടത്തിയ പരിഹാസ ശരങ്ങൾ അങ്ങനെ തന്നെ കമൻറ്റുകളാക്കി ആയിരക്കണക്കിന് കമൻറ്റുകൾ ആളുകൾ ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് അവിടെ അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. യുവാക്കളും ചെറുപ്പക്കാരും തന്നെയാണ് ഇപ്പോൾ ഈ വിജയെ കാണാൻ പോയതെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന, ആ രാഷ്ട്രീയം കൂടി മനസ്സിൽ വയ്ക്കുന്ന ഒരു നീക്കം ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നു. സ്വാഭാവികമാണ് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ ഇത് ആസൂത്രിതമായി കരുതി കൂട്ടി നടപ്പാക്കിയ ഒരു കൊലപാതകം എന്നുള്ള മട്ടിലൊക്കെ പറയുന്നത് വലിയ കഷ്ടമായിട്ടും അതല്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ സമ്മേളനങ്ങൾ, അതിപ്പോൾ CPM-ൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും, നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത്
പ്രദേശത്ത് നിന്ന് ഇപ്പം അമിത്ഷാ വരികയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി വരികയാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന BJPയുടെ അണികൾ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ബസ്സിലോ വാഹനത്തിലോ വരുന്ന ആളുകൾക്ക് ഒരു നേതാവുണ്ടാവും, ആ പ്രാദേശിക ഒരു നേതാവുണ്ടാവും. അവർ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അവരവിടേക്ക് വരുന്നു. എത്ര മഹാസാഗരമാണെങ്കിലും എത്ര വലിയ ജനക്കൂട്ടാണെങ്കിലും അതിനകത്ത് ഒരു ബ്ലോക്ക്, ഇപ്പോൾ മൊഗേരി, എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ മൊഗേരിയിൽ ഒരു പ്രാദേശിക നേതാവിന് കീഴിൽ 10-20 പേരുണ്ടാവും. ചെറു ബ്ലോക്കുകളായിട്ടാണ് ഈ പറയുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ കാണുക. പക്ഷേ TVKക്ക്, വിജയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം താഴെ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംവിധാനങ്ങൾക്കനുസരിച്ച് സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹം ഒരു താരമായതുകൊണ്ട് കൂടെ അവിടേക്ക് വരുന്നത്. ഈ വരുന്ന ആളുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുക്കേണ്ടുന്ന അമിത ശ്രദ്ധ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ സംവിധാനം, അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വാഭാവികമായിട്ട് ഈ കാരണങ്ങൾ കൊണ്ട് അർഹിക്കുന്ന അത്രയ്ക്ക് പോലീസ് ഫോഴ്സ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞായിട്ട് കണ്ടത് 500 ആളുകളുണ്ടായിരുന്നു, പോലീസുകാർ 500 പേഴ്സണൽസ് ഉണ്ടായിരുന്നു. അതിൽ 50 പേർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന മട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ 25,000 ആളുകൾ വരുന്ന വിചാരിച്ചെന്നാണ്. പക്ഷേ അവിടെ വന്ന എത്രയാണ്? 1.5 ലക്ഷം എന്നാണ് ഇന്നലെ കണക്ക് കേട്ടത്. 1 ലക്ഷത്തിന് മുകളിൽ എന്തായാലും ആളുകൾ അവിടേക്ക് വന്നു ചേർന്നു. അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം ഉടനടി ഓടിപ്പോയി കളഞ്ഞു എന്നാണ്. സത്യത്തിൽ എൻ്റെ ഒരു തോന്നൽ, ഞാനത് തിരിച്ചു മറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു തോന്നൽ, വിജയ് അവിടെ തന്നെ തുടരുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രശ്നം ഉണ്ടായിപ്പോയേനെ. കാരണം ഒന്ന്, രോഷം ഇയാൾക്ക് നേരെ ആളിക്കത്തും. എവിടെ നിന്നാലും, ഏത് ഹോട്ടലിലോ എവിടെ പോയി നിന്നാലും അവിടെ നിന്നാൽ ഒരുപക്ഷെ രോഷം ഉണ്ടായേക്കാം. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ള അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറിയതിൽ എന്തെങ്കിലും വലിയ കുറ്റം പറയാണ്ട് ഇപ്പോൾ ആളുകളെല്ലാം പറയാണ്, ഒരുപാട് ആളുകൾ പറയുന്ന കേട്ടോ, ജനനേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഇപ്പോൾ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും വരുന്നത് ഈ കുറ്റം ആരോപണം ഉള്ള ആളല്ല, അവർ നേതൃത്വം, സർക്കാർ നേതൃത്വം വരികയാണ്. പക്ഷേ അവിടെ ആ നിമിഷത്തിൻ്റെ പ്രശ്നം എന്താണ്? ഈ അപകടമുണ്ടാക്കിയ ആൾ, ചിലപ്പോൾ ഈ ഒരു വാഹനാപകടം ഉണ്ടായി അയാൾ ഉടനെ ഈ ഡ്രൈവറെ തല്ലുന്ന നാട്ടുകാരെ കാണാറില്ലേ നമ്മൾ? അപ്പോൾ അങ്ങനൊരു കൂടുതൽ വലിയ കുഴപ്പത്തിലേക്ക് പോകേണ്ടതില്ല എന്ന മട്ടിൽ ആലോചിച്ചാൽ ഒരുപക്ഷെ ഇയാൾ തിരിച്ചങ്ങ് പോയി കളഞ്ഞായിരിക്കും ഒരുപക്ഷെ വീണ്ടും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഗുണകരമായിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതൊരു കാര്യം, സങ്കടകരമാണ് ഇത്രയും ആളുകൾ മരിച്ചത്, കുഞ്ഞുങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്, വലിയ പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിൽ നേരത്തെയും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ നേതാക്കളും പറയുന്നു നേരത്തെ ഇത്തരം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. ശരിയാണ് ഒരർത്ഥത്തിൽ, കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്കിടയിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ജയലളിത തന്നെ ഉണ്ടായിരുന്നൊരു സംഭവത്തിൽ, അത് കുംഭകോണത്ത് ഒരു അമ്പലത്തിൽ ഒരു വലിയ 19 പേര് മരിച്ചിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയ പ്രശ്നമല്ല, ജയലളിത അവിടെ ഉണ്ടായിരുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ വമ്പൻ വലുപ്പം തമിഴ്നാട്ടിൽ, മറ്റെല്ലായിടത്തും എന്ന പോലെ തമിഴ്നാട്ടിലുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ വർഷം ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ കുസാറ്റിൽ ഇപ്പോൾ ചില ആളുകൾ പറയും തമിഴ്നാട്ടിലായതുകൊണ്ടാണ്, ചില ഈ പരിഹാസികളായിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ, അതും ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തിങ്ങിറങ്ങിയ സ്ഥലമായിരുന്നില്ലേ കുസാറ്റ്. അപ്പോൾ ഇത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടാകും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തുക എന്നത് ശരിയല്ല എന്നുള്ള നല്ല ബോധ്യം സ്റ്റാലിനുണ്ടാകും. എന്തുമാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് ഇതുകൊണ്ട് മാത്രം TVK അസ്തമിച്ചു പോകുമെന്നോ വിജയ് ഔട്ടായി പോകുമെന്നോ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. തീർച്ചയായും ഇതിന് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇത് ചെയ്യുക. എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും സ്വന്തം അണികൾ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതുകൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവിനെതിരെയും സെന്തിൽ ബാലാജിക്കെതിരെയും വലിയ ആക്ഷേപമുണ്ട്. അപ്പോൾ ഒരാളും അങ്ങനെ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളിങ്ങനെ കഥകൾ ഉണ്ടാക്കരുത് എന്ന് പറയുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വരും ഭാവി തമിഴ് രാഷ്ട്രീയത്തെ ബാധിക്കുന്നൊരു വമ്പൻ സംഭവം എന്ന നിലയിലേക്ക് കൂടെ നമ്മളിതിനെ കാണുകയാണ്. തമിഴക അരസേ, അപ്പാവി ഉയരുകളെ ബലിവാങ്കി തപ്പിയോടിയ കൊലക്കുറ്റവാളിയെ കൈദി സെയ് എന്നാണ് വിജയിനെതിരെ തമിഴ്നാട്ടിലെമ്പാടും പതിച്ചിരിക്കുന്ന പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. അതായത് സർക്കാരെ, പാവങ്ങളെ കൊലക്ക് കൊടുത്തിട്ട് ഓടിയ രാഷ്ട്രീയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യൂ എന്ന്. DMKയുടെ അനുഭാവികളാണ് ഈ പോസ്റ്ററുകൾക്ക് പിന്നിൽ എന്നാണ് TVK ആരോപിക്കുന്നത്. അതേസമയം തന്നെ സ്വന്തം അണികളെ ആരെങ്കിലും കൊല്ലാൻ കൂട്ടുനിൽക്കുമോ എന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെയും ചോദിക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി അതോടൊപ്പം പറഞ്ഞ ഒരു വാചകം മാത്രം ആവർത്തിച്ച് RDX ഈ ഭാഗം നിർത്തട്ടെ. എല്ലാവരും ഉത്തരവാദിത്തോടെ പെരുമാറണം, കിംവദന്തികൾ പരത്തരുത്. തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളികളും ഒരുപക്ഷെ ന്യൂസ് മലയാളം കാണുന്ന തമിഴ് സുഹൃത്തുക്കളും തൽക്കാലം മുഖ്യമന്ത്രിയുടെ ആ നിർദ്ദേശം ശ്രദ്ധിക്കുക. നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ വിളിപ്പുറത്ത്, നമ്മുടെ കൂടി ഹൃദയത്തിലുണ്ടായ മുറിവാണ് കരൂർ. ഈ സമയത്ത് തമിഴ് ജനതയോട് ചേർന്ന് നമുക്കും നിൽക്കാം. സംവിധാനങ്ങൾ അതിന് ജോലി ചെയ്യട്ടെ. ഇടവേളയിലേക്ക്.